ലോകത്ത് തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിൽ ഒന്നായി നിലനിൽക്കുന്നതാണ് ഇന്ത്യൻ റെയിൽവേ. മാത്രമല്ല സമീപകാലത്തായി ട്രെയിൻ സർവീസുകളുടെ ആധുനികവൽക്കരണത്തിലും സ്റ്റേഷനുകളുടെ നവീകരണത്തിനുമെല്ലാം റെയിൽവേ കാര്യമായി ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ദിനംപ്രതി ഏകദേശം 20 മില്യൺ യാത്രക്കാരാണ് ട്രെയിനുകളെ കൂടുതലും ആശ്രയിക്കുന്നത്. ഓരോ ദിവസം ആയിരക്കണക്കിന് സർവീസുകളോളം രാജ്യത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ടിക്കറ്റിംഗ്, കാറ്ററിംഗ് വരുമാനം വർഷം തോറും ഉയരുകയാണ്. 160 വർഷത്തെ പ്രൗഢമായ പാരമ്പര്യം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേയുടേത്. 1853 ഏപ്രിൽ 16 തീയതിയായിരുന്നു മുംബൈ താനെ റൂട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസ് പ്രധാനമായിട്ടും നടത്തിയിരുന്നത്. ഇന്ന് ലോകത്തെ 4ാമത്തെ വലിയ റെയിൽവേ ശൃംഖല എന്നതും ഇന്ത്യയുടേതാണ്. 7308 സ്റ്റേഷനുകളും അതുപോലെ പ്രതിദിനം 13,000 ട്രെയിനുകളും റെയിൽവേ മാനേജ് ചെയ്യുന്നുണ്ട്. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് കൂടുതലും നൽകി വരുന്നത്. റെയിൽവേ നേടുന്ന വരുമാനത്തിലൂടെ കേന്ദ്ര സർക്കാരിനും വലിയ രീതിയിൽ നേട്ടമുണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് റെയിൽവേ എന്നതിലും സംശയമില്ല. ട്രെയിൻ യാത്ര ചെയ്യണമെങ്കിൽ ടിക്കറ്റും ആവശ്യമാണ്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് പിടിക്കപ്പെട്ടാൽ പിഴയും നൽകണം. പക്ഷേ കഴിഞ്ഞ 75 വർഷമായി സൗജന്യമായി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനുണ്ട്. ഇത് ശരിക്കും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ട്രെയിനിൽ സഞ്ചരിക്കാൻ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പഞ്ചാബിലെ നങ്കൽ മുതൽ ഹിമാചൽ പ്രദേശിലെ ഫക്ര വരെ 13 കിലോമീറ്റർ ദൂരം സൗജന്യമായി ഇതിലൂടെ സഞ്ചരിക്കുവാൻ കഴിയും. 1948 മുതലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ആദ്യകാലത്ത് ഫക്രാനങ്കൽ ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ, മെറ്റീരിയലുകൾ എന്നിവ എത്തിക്കുന്നതിനായിരുന്നു ഈ ട്രെയിൻ സർവീസ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. സത്ലജ് നദി, സിവാലിക് മലനിരകൾ എന്നിവയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ഈ യാത്രയിൽ ആസ്വദിക്കാനും കഴിയും. ജലസംരക്ഷണം, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവ സംബന്ധിച്ചുകൊണ്ടുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതും ഈ സർവീസിലൂടെ റെയിൽവേ കൂടുതലും ലക്ഷ്യമിടുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7:05 നങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 8:20 ഫക്ര സ്റ്റേഷനിൽ വരും. പിന്നീട് ഉച്ചതിരിഞ്ഞ് 3:05 ഫക്ര സ്റ്റേഷനിൽ നിന്ന് തിരികെ പുറപ്പെട്ട് 4:20 നങ്കൽ സ്റ്റേഷനിലായിരിക്കും എത്തുക.